നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, അപ്പൊ ഈ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചൂടെ നിങ്ങക്ക്? ഊരി വെക്കാന്നൊക്കെ പറഞ്ഞ? അയ്യോ, ഊരി ഇവിടെ വെച്ചിട്ട് പോവാനല്ല, കൂടെ കൊണ്ടുപോവാൻ. ഞങ്ങൾക്ക് എന്തിനാ കുഞ്ഞെ നിങ്ങളുടെ ആഭരണങ്ങള്? അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരനുഭവിക്കട്ടെടി. അല്ല, ഒരു കൈ കുഞ്ഞുണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതേയുള്ളൂ. കള്ളന്മാരുടെ കത്തിക്കിരയാവാനാണ് വിധിയെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അയ്യോ അയ്യോ, അങ്ങനെയൊന്നുമില്ല. ചേച്ചിയും ചേട്ടനും പറഞ്ഞാ മതി, ഞങ്ങളിത് ഊരി വെക്കാം. അതെ, അതാണ് അതിന്റെ ശരി. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അകത്തു പോയി ഒരു കഷ്ണം പഴംതുണി എടുത്തോണ്ട് വാ. അപ്പോഴേക്കും ഇവരിതൊക്കെ ഊരി തന്നോളും. എന്നാ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരോ രക്ഷതു. എന്നടാ, എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ ഓരോന്നായിട്ട് ഊരിക്കോ. പഴംതുണി വേണ്ട. ഭാഗ്യത്തിന് ഞാൻ ശബരിമലയിൽ കൊണ്ടുപോയ കെട്ടുസഞ്ചി ഉണ്ടായിരുന്നു. ആ മക്കളെ, എല്ലാം കൂടി ഇതിനകത്തിട്ടാട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ. ആ ഇത് മക്കളെ. നിങ്ങൾ ഇത് എന്തോന്ന് മണ്ടനാ? സഞ്ചി മാത്രം കൊണ്ടുവന്നിട്ട് എന്തോന്ന് കാര്യം? ഇത് മൂടിക്കെട്ടാനുള്ള ചരട് വേണ്ടേ? ഓ അയ്യോ, പെട്ടെന്ന് കൊണ്ടുപോയി ഇതൊന്ന് കെട്ടിക്കൊണ്ടുവന്നേ, കാണട്ടെ. എന്നാ പിന്നെ ഇനി അധികം വൈകാതെ നിങ്ങൾ പോവാൻ നോക്ക്. നേരെ ഇരുട്ടുമ്പോഴാ ഓരോരുത്തർക്ക് ശല്യം ചെയ്യാൻ എളുപ്പം. അതിനു മുന്നേ സ്റ്റേഷനപുരത്ത് എത്തിയാൽ രക്ഷപ്പെട്ടു. സൂക്ഷിച്ചു. ഇനി ഇതിവിടെ കുഞ്ഞിന്റെ തലേണ പോലെ വച്ചിരുന്നാ മതി. ഒരു കുഞ്ഞു പോലും ആഭരണങ്ങളാണെന്ന് സംശയിക്കില്ല. പിന്നെ സമാധാനത്തോടെ എവിടെ വേണമെങ്കിലും പോകാം. എന്നാ പിന്നെ മക്കള് പൊയ്ക്കോ. സമയപ്പോ ഇരുട്ടും. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വിശക്കുന്നവർക്ക് പ്രതിഫലം നോക്കാതെ ആഹാരം കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ പുണ്യവും അനുഗ്രഹവും ചേച്ചിക്കുണ്ടാവും. കുട്ടികളെ, ചേച്ചിയെ തൊഴുതേ നമ്മളിവിടെ ഇറങ്ങാം. അയ്യോ വേണ്ട വേണ്ട, ശരി ശരി, നിങ്ങൾ പോയിട്ട് വാ. താളം ചവിട്ടി നിന്ന് നേരെ ഇരുട്ടണ്ട. ശരി. നമസ്കാരം.
എവിടെ എവിടെ എന്റെ കുട്ടിയെ കിട്ടിയോ? എന്തെങ്കിലും വിവരങ്ങൾ? ഒരു വിവരവും ഇല്ല. ഈ കേസ് കുറച്ച് സങ്കീർണമാണ്. ഛേ, നാശം പിടിക്കാൻ. ഇദ്ദേഹത്തിന്റെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊരു ഔദ്യോഗിക അന്വേഷണമാക്കി ആ കുട്ടികളെ കണ്ടുപിടിച്ചാൽ ഇദ്ദേഹം സ്വന്തം ചേച്ചിയെ കൊന്നെന്നേ അവർ മൊഴി നൽകൂ. അപ്പോൾ കൊലക്കയർ കിട്ടാൻ പോകുന്നത് ഇദ്ദേഹത്തിനായിരിക്കും. അതുകൊണ്ട് തികച്ചും അനൌദ്യോഗികമായിട്ടാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യദേശത്തെ പോലീസ് സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് സഹായം. എന്നിട്ട് ഒരു സഹായവും കിട്ടിയില്ലല്ലോ ഇതുവരെ. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാ. അതിപ്പോ തിരുനക്കരയാണോ തിരുവാങ്കോടാണോ തിരുവിതാംകൂറാണോ എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഇദ്ദേഹത്തെ പേടിച്ചിട്ടാണ് ആ കുട്ടികൾ നാടുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് കരുതേണ്ട കാര്യവുമില്ല. രണ്ടാമത് കാണാൻ അല്പം മുഖൈശ്വര്യമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കൈകാലം അടിച്ചോടിച്ച് ഭിക്ഷ തണ്ടാൻ വല്ല ഭിക്ഷാടനക്കാരോ അല്ലെങ്കിൽ ചൂടോടെ ബോംബെയിലെ ചുവന്ന തെരുവിലേക്ക് കയറ്റി അയക്കാൻ വല്ല കൂട്ടിക്കൊടുപ്പുകാരോ കൊണ്ടുപോയിക്കോളും. നമുക്കിനി ആ കേസ് കെട്ട് വിടുന്നതാ നല്ലത്. താൻ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ കുഞ്ഞുണ്ട് അവരുടെ കയ്യില്. അവൻ എന്റെ ചോരയാ, എന്റെ പിൻഗാമി. ഈ സമ്പത്തിന്റെയൊക്കെ അവകാശി അവൻ. മാത്രമല്ല, ആ അനിയത്തി കുട്ടികളെ അങ്ങനെ നമുക്കങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അവരില്ലാതാകും മുൻപ് തൃപ്പങ്ങോട് തറവാടിന്റെയും ക്ഷേത്രത്തിന്റെയും മുഴുവൻ സ്വത്തുവകകളും മേഘനാഥനോ കുഞ്ഞിനോ കൈമാറ്റം ചെയ്യുന്നതായിട്ടുള്ള പ്രമാണങ്ങളിൽ ഒപ്പുവെപ്പിക്കണം. എന്നാലേ ഇന്നലെ നമ്മൾ എന്തു ചെയ്തോ അതിന് നാളെ ഒരു പ്രയോജനമുണ്ടാവും. ഓ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? അതൊന്നും ഞാൻ ഓർത്തില്ല. ശരി, നോക്കട്ടെ. തൃപ്പങ്കോട്ട് മാത്രമല്ല, പാലക്കാടും കോഴിക്കോടും ഒന്ന് വലയിട്ട് അരിച്ചു കളയാം. 3 പെൺപിള്ളേര് കയ്യിലൊരു കുഞ്ഞുമായി കറങ്ങുന്നതല്ലേ? അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. രക്ഷപ്പെടാൻ പറ്റരുത്. നോക്ക് മുകുന്ദൻ സാറേ, ഇത് മേഘനാഥന്റെ ഭാവി ജീവിതത്തിന്റെ പ്രശ്നമാ. നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിങ്ങളെയും സഹായിക്കും ഈ മേഘനാഥൻ. നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സഹായം. എന്താ, സമ്മതമാണോ? സമ്മതം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.